നമസ്കാരം. ഇന്ന് ഈ സമയം വരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വാർത്തകൾ വിശദമായി നോക്കാം. ഇന്ദിരാ ഗ്യാരണ്ടികളിലൂന്നി വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവാവധിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം. പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. വനിതകളോടുള്ള സർക്കാരിന്റെ ആഭിമുഖ്യം വെളിവാക്കുന്നതാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ UDF സർക്കാരിന് വേണ്ടി നടത്തിയ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗഹൃദപരമായ രീതിയിലാക്കുമെന്ന് നയപ്രഖ്യാപനം ഉറപ്പു നൽകുന്നു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന കാഴ്ചപ്പാടൂന്നിയാകും ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവാവധി നൽകും. പഠനത്തിൽ കുട്ടികൾ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും സംഘടിപ്പിക്കും. Our commitment to girl students is reflected in Project Menstrual Dignity, under which we intend to make educational institutions and public spaces friendly for girls and women. My government also plans to announce up to 3 days of monthly menstrual leave for school students. വയോമിത്രം പദ്ധതി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നതാണ് നയപ്രഖ്യാപനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഡിമെൻഷ്യ രോഗികൾക്ക് വേണ്ടി പകൽ വീടുകളും സ്മൃതി കഫേകളും വ്യാപിപ്പിക്കും. സാമൂഹ്യനീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ച, പാരിസ്ഥിതിക ഉത്തരവാദിത്തോടെയുള്ള ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം, സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും ഈ കാഴ്ചപ്പാടിലൂന്നിയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സംശുദ്ധ ഭരണവും ധനപരമായ ഉത്തരവാദിത്വവും ഭരണകാര്യക്ഷമതയും പിന്തുടരുന്നതാകും പുതിയ സർക്കാരിന്റെ ഭരണമെന്നും നയപ്രഖ്യാപനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സമ്മർദ്ദത്തിലാണെന്നും പൊതുധനസ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്നും നയപ്രഖ്യാപനത്തിലും ആവർത്തിക്കുന്നുണ്ട്. പ്രകടന പത്രികയുടെ ഭാഗമായ ഇന്ദിരാ ഗ്യാരണ്ടികളെക്കുറിച്ചും പരാമർശമുണ്ട്. കൃഷിയായിരിക്കും സർക്കാരിന്റെ പ്രധാന മുൻഗണന. വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്, ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം, മലബാർ ടെമ്പിൾ, പിൽഗ്രിം പ്രോജക്ട് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും നയപ്രഖ്യാപനത്തിൽ കാണാം. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിനെ IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമാണ് നയപ്രഖ്യാപന പ്രസംഗമെന്ന വിമർശനവുമായി പ്രതിപക്ഷം. സംസ്ഥാനത്തോട് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടിൽ സർക്കാരിന് മൗനമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നയപ്രഖ്യാപനം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് BJPയും വിമർശിച്ചു. പുതുയുഗത്തിലേക്ക് നയിക്കുമെന്നാണ് UDF പ്രഖ്യാപനമെങ്കിലും അതിനുള്ള റൂട്ട് മാപ്പ് നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നും അക്കാര്യം മറച്ചുവെച്ചെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൗനമെന്നും വിമർശനം. കേന്ദ്ര ഗവൺമെന്റ് അനുഭവമുണ്ട്, നമ്മളോടുള്ള അനുഭവം, എല്ലാ സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന അനുഭവം, കടക്കൽ കത്തിവെക്കുന്നത്. ഒരു ഘട്ടത്തിലും ആ ഫെഡറലിസം അംഗീകരിക്കുന്ന നിലപാടല്ല കേന്ദ്ര ഗവൺമെന്റ് തുറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ട് അത് വ്യക്തമാക്കിയില്ല എന്നുള്ളതാണ് ഇതിലുള്ള ദൗർബല്യം. സർക്കാർ തുടക്കമായതിനാൽ കഠിനമായ എതിർപ്പ് രേഖപ്പെടുത്തി തുടങ്ങുന്നില്ലെന്നും ജനങ്ങൾക്കായി നിലകൊണ്ടില്ലെങ്കിൽ എതിർക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ നയപ്രഖ്യാപനം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് BJP നേതാവും MLAയുമായ V മുരളീധരൻ കുറ്റപ്പെടുത്തി. ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധവുമായിട്ട് ഒരു തരത്തിലും നിരക്കാത്ത പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതൊന്നുമില്ലാത്ത ഈ നയപ്രഖ്യാപനം ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കായി ജൂൺ 2 നിയമസഭ പുനരാരംഭിക്കും. 24 തിരുവനന്തപുരം. ദേശീയ ഗീതമായ വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം തള്ളി സർക്കാർ. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപ് വന്ദേമാതരത്തിന്റെ മുഴുവൻ ഭാഗവും ആലപിക്കാത്തതിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതൃപ്തി പരസ്യമാക്കി. സർക്കാർ നടപടിയെ പിന്തുണച്ച് പ്രതിപക്ഷവും വിമർശിച്ച് BJPയും രംഗത്ത് വന്നു. അതിനിടെ ഗവർണറെ അനുഗമിച്ച് സഭാതലത്തിൽ പ്രവേശിച്ച സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ നടപടി വിവാദമായി. കേരള നിയമസഭ ചരിത്രത്തിലാദ്യമായാണ് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വന്ദേമാതരം ആലപിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം സർക്കാർ തള്ളി. സഭാ നടപടികൾ തുടങ്ങിയതും അവസാനിച്ചതും പോലീസ് ബാൻഡ് ബ്യൂഗിളിൽ വായിച്ച വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഈരടികളോടെ.
വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്നതാണ് പ്രോട്ടോകോളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. Vande Mataram should be sung or played on music or band. Whenever it is played or sung, it has to be in full. That is what we feel. വിഷയത്തിൽ സർക്കാരിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ. RSS അജണ്ട കേരളത്തിന് നടപ്പാക്കേണ്ട ബാധ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റ് തടസ്സങ്ങളില്ല. ഗവർണറെയും ലോക്ഭവനെയും ദേശീയഗീതത്തെയും അവഹേളിച്ചെന്നാണ് BJP ആരോപണം. വാസ്തവത്തിൽ ഈ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അനാദരവ് കാണിക്കുന്ന നടപടിയായി. അതേസമയം സഭാതലത്തിൽ പ്രവേശിച്ച സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ചട്ടലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാമെന്നും വിവാദത്തിനില്ലെന്നുമാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. 24 തിരുവനന്തപുരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് ED. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കും. അതിനിടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ED. നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. SFIO കണ്ടെടുത്ത ഡയറിയിലെ മറ്റു പേരുകളെ കേന്ദ്രീകരിച്ചും തെളിവ് ശേഖരണം തുടങ്ങി. 2019 ക്ലോസ് ചെയ്ത വീണയുടെ അബുദാബി ബാങ്ക് അക്കൗണ്ടും EDയുടെ അന്വേഷണ പരിധിയിലാണ്. അക്കൗണ്ട് വഴിയുള്ള ഇടപാടുകൾ പരിശോധിക്കും. റെയ്ഡിൽ 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ ED മരവിപ്പിച്ചിരുന്നു. ഇതിൽ വീണ തൈക്കണ്ടിയുടെ 3ഓളം അക്കൗണ്ടുകൾ ഉൾപ്പെടുന്നു. ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയത്തില്ലേ, ആ നമ്പറൊന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു അക്കൗണ്ടാണ് അത് വസ്തുതയാണ്. അതേസമയം ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം നിരസിച്ചിരുന്നു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED റെയ്ഡിനെതിരായ പ്രതിഷേധത്തിൽ കണ്ണൂരിലും കാസർഗോഡും CPIM പ്രവർത്തകർക്കെതിരെ കേസ്. 70-ലധികം പേർക്കെതിരെയാണ് കേസെടുത്തത്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPIM പ്രവർത്തകരായ 12 പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. അതിനിടെ പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂർ പിണറായിയിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച 20 CPIM പ്രവർത്തകർക്കെതിരെയാണ് കേസ്. സംഘം ചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് FIR. കോഴിക്കോട് കോട്ടൂളിയിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉൾപ്പെടെ 57 പേർക്കെതിരെയാണ് കേസ്. ആ റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഗേറ്റിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് നിന്നതിന് എന്നെ ഒന്നാം പ്രതിയാക്കിയും കൊണ്ട് 50 പേരുടെ പേരിൽ കേസെടുത്തിരിക്കുക. ആ രോഷാകുലരായ ജനങ്ങളെ സമാധാനിപ്പിച്ചതിൻ്റെ പറഞ്ഞയച്ചതിൻ്റെ സമ്മാനമായി ഞങ്ങൾ പേരിൽ കേസാണ്. ഇതിനിടെ പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്തെത്തി. മാന്യത വിട്ട് പെരുമാറിയാൽ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്നാണ് ഭീഷണി. ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്, അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങള്. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. 24 കോഴിക്കോട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിലെ ED റെയ്ഡിൽ 3ാം ദിനവും മുഖ്യമന്ത്രി VD സതീശന് മൗനം. EDയുടെ നടപടികളിൽ കോൺഗ്രസ് സങ്കുചിത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ED ഉദ്യോഗസ്ഥർക്കെതിരെ CPIM പ്രവർത്തകർ സമാധാനപരമായാണ് പ്രതിഷേധിച്ചതെന്ന് പിണറായി വിജയൻ ന്യായീകരിച്ചു. കഴിഞ്ഞ 3 ദിവസമായി 13 തവണയാണ് മാധ്യമപ്രവർത്തകർ ED റെയ്ഡിൽ മുഖ്യമന്ത്രി VD സതീശനോട് പ്രതികരണം തേടിയത്. എന്നാൽ എല്ലായിടത്തും മൗനമായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തും മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല.
സമയത്തല്ലേ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിരുന്നതാണ്. ചോദ്യങ്ങളെ പേടിയാണോ? പ്രതികരിക്കാത്തതെന്തെന്ന് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ ഇതേവരെ മുഖ്യമന്ത്രിയായിരുന്നു, എന്നോടാണോ ചോദ്യം സംശയം എനിക്ക്? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതേസമയം ED നടപടികളോടുള്ള കോൺഗ്രസിന്റെ സമീപനത്തെ പിണറായി വിജയൻ വിമർശിച്ചു. MK സ്റ്റാലിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും പിന്തുണ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം. ഈ നടപടി വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കളെങ്കിലും, ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ, നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ഇവിടുത്തെ റെയ്ഡിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതിനിടയായി. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണത്തിൽ CPM പ്രവർത്തകരെ ന്യായീകരിക്കുന്ന മറുപടിയാണ് പിണറായി വിജയന്റേത്. നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്നത്. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. 24 തിരുവനന്തപുരം. വിവാദങ്ങളിൽ മൗനം വെടിയാൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 വാർത്താ സമ്മേളനം വിളിച്ചു. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് VD സതീശൻ തുടർച്ചയായി മുഖം തിരിച്ചത് വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. നയപ്രഖ്യാപനത്തിലെ പ്രതിപക്ഷ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേക്കും. സിദ്ധരാമയ്യയുടെ രാജിക്ക് ശേഷവും കർണാടകയിൽ നാടകീയ നീക്കങ്ങൾ തുടരുകയാണ്. മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ഉപമുഖ്യമന്ത്രി മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസിൽ ചരടുവലികൾ സജീവമായി. ഡൽഹിയിലെത്തിയ സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. കർണാടകയിലെ നേതൃമാറ്റത്തിൽ സിദ്ധരാമയ്യയെ പിണക്കാതിരിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കങ്ങൾ. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും സിദ്ധരാമയ്യ ചർച്ചകൾ നടത്തി. രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെയും പുതിയ മന്ത്രിമാരുടെ ലിസ്റ്റും സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന് നൽകി. DK ശിവകുമാറും 20ഓളം MLA മാരും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇരു നേതാക്കളും ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം നാളെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. DK സർക്കാരിൽ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്ന് ഉറപ്പായി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സതീഷ് ജർക്കഹോളി എത്തുമെന്നാണ് സൂചന. അതിനിടെ സിദ്ധരാമയ്യയെ പുകഴ്ത്തി DK ഫേസ്ബുക്ക് കുറിപ്പും ഇട്ടിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് OBC മുഖമായി ഡൽഹിയിൽ തുടരണമെന്ന ഹൈക്കമാൻഡിന്റെ ആവശ്യത്തിൽ ഇനിയും ചർച്ചകൾ ഉണ്ടായേക്കും. അധികാരം വിട്ടൊഴിഞ്ഞ സിദ്ധരാമയ്യ ജനകീയ മുഖമായി സംസ്ഥാനം തുടരുകയാണെങ്കിൽ DK സർക്കാരിന്റെ മുന്നോട്ടുള്ള വഴികളിൽ വെല്ലുവിളികൾ ഉയർന്നേക്കും. ഇത് മുന്നിൽ കണ്ടാണ് സിദ്ധരാമയ്യയെ ദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ DK പക്ഷം ഒരുങ്ങുന്നത്. എന്നാൽ കർണാടക വിട്ട് താൻ എങ്ങോട്ടുമില്ല എന്ന് സിദ്ധരാമയ്യ നിലപാടെടുത്തതോടെ അധികാര വടംവലി ശക്തമാകുമെന്ന് ഉറപ്പാണ്. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കത്ത് നൽകി. കർണാടകയിൽ നിന്നുള്ള 7 കോൺഗ്രസ് നേതാക്കൾ, കോലാർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നാണ് ആവശ്യം. 3 MLA മാരും 2 MLAC-മാരും ഉൾപ്പെടെയാണ് കത്ത് നൽകിയത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ ഹൈക്കമാൻഡെ കണ്ട് സംസാരിക്കുകയാണ് സിദ്ധരാമയ്യ. അതിനിടയിൽ ഇപ്പോഴിതാ MLA-മാർ, കോൺഗ്രസ് നേതാക്കൾ, കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കത്ത് നൽകിയിരിക്കുന്നു ഖർഗെയ്ക്ക് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇവരുടെ ആവശ്യം? അമൃത, നേരത്തെ തന്നെ 3 തവണ MLA-മാരായവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് തന്നെ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കത്ത് നൽകിയിരിക്കുന്നത്. 7 കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് നൽകിയതിൽ 3 MLA-മാരും ഒപ്പം 2 MLC-മാരും ഉൾപ്പെടെയാണ് കത്ത് നൽകിയിട്ടുള്ളത്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കോലാർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നാണ് ആവശ്യം. അത് ദളിത് കോട്ടയിൽ SN നാരായണസ്വാമിക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നും ആ കത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനറൽ കോട്ടയിൽ KY നഞ്ചയ് ഗൌഡ, ഒപ്പം തന്നെ കോദൂർ G മഞ്ജുനാഥ് എന്നിവർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇത് പരിഗണിക്കുമെന്നൊരു വിശ്വാസമുണ്ടെന്നൊക്കെ നേതാക്കൾ നേരത്തെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ അവർ ഇത്തരത്തിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. 3 തവണ MLA-മാരായവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ ചില നേതാക്കൾ പിന്നാലെ തന്നെ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയുമായി സിദ്ധരാമയ്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേതാക്കളെത്തി കത്ത് നൽകിയിരിക്കുന്നത്. 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ സാങ്കേതിക സഹായം നൽകിയ
കോഎംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിനെ പഴിചാരി തലയൂരാൻ CBSE ശ്രമം. കോഎംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്തും. അതേസമയം ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ പ്രിൻസിപ്പൽമാർക്ക് CBSE നിർദ്ദേശം നൽകി. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ ജാലകം ഇന്ന് തുറക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് നിർവഹിച്ച കമ്പനിക്ക് വ്യാപക പിഴവുകൾ പറ്റിയതായി വിലയിരുത്തിയത്. വ്യക്തമല്ലാത്ത 5000 ഉത്തരക്കടലാസുകളും ഉത്തരക്കടലാസുകൾ മാറിപ്പോയ 23 കേസുകളും CBSE കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ കോഎംറ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡിന് പിഴ ചുമത്താനാണ് തീരുമാനം. പിഴവുകൾ വരുത്തിയ ഉത്തരക്കടലാസുകളുടെ എണ്ണം കണക്കാക്കിയാകും പിഴ ചുമത്തുക. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാണ് കരാർ കോഎംറ്റ് കമ്പനിക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട്. ആദ്യ 2 ടെൻഡറുകളിൽ യോഗ്യരായ അപേക്ഷകൾ ലഭിക്കാത്തതിനാൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി മൂന്നാമതിറക്കിയ ടെൻഡറാണ് കോഎംറ്റ് കമ്പനി സ്വന്തമാക്കിയത്. മൂല്യനിർണ്ണയ പിഴവുകളെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും സമൂഹമാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ പിന്തുണച്ച പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് CBSE. OSMനെ പിന്തുണയ്ക്കുന്ന റീലുകൾ, വീഡിയോകൾ, സന്ദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് CBSE ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസിന്റെ പകർപ്പിനായി 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. സമയപരിധിക്കുള്ളിൽ വിദ്യാർത്ഥികളുടെ താൽപര്യം പൂർണ്ണമായും സംരക്ഷിക്കും എന്ന വാഗ്ദാനം നടപ്പാക്കുക CBSEക്ക് കടുത്ത വെല്ലുവിളിയാകും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ടെറ്റ് യോഗ്യത നേടാത്ത അധ്യാപകരെ പുറത്താക്കണമെന്ന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി തള്ളി. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് സർവീസിലുള്ളവർക്ക് ടെറ്റ് യോഗ്യത നേടാനുള്ള കാലാവധി 2 വർഷത്തിൽ നിന്ന് 3 വർഷമായി നീട്ടി നൽകി. പുതിയ ഉത്തരവ് പ്രകാരം 2028 ആഗസ്റ്റ് 31 വരെ അധ്യാപകർക്ക് കേട്ടറ്റ് പാസ്സാകാൻ സമയം ലഭിക്കും. നിലവിലുള്ള അധ്യാപകരെ അവർ ജോലിയിൽ പ്രവേശിച്ചപ്പോഴുള്ള നിയമനത്തിന്റെയും ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ സർവീസിൽ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തൊഴിൽ പീഡന ആരോപണത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഓഫീസ് ജീവനക്കാരി അതുല്യ. നീനാക്കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെയാണ് ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും പരാതിയായി നൽകിയത്. അതേസമയം അൻസിബയുടെ പരാതിയിൽ പ്രത്യേക സമിതി രൂപീകരിച്ചേക്കില്ല. അമ്മയിലെ ഓഫീസ് ജീവനക്കാരി അതുല്യ, ട്രഷറർ ഉണ്ണി ശിവപാലിനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമെതിരെ തൊഴിൽ പീഡന പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ ജനറൽ സെക്രട്ടറി പുറത്താക്കിയ അതുല്യയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജോലിയിൽ തിരിച്ചെടുത്തു. ജോലിയിൽ തിരിച്ചു പ്രവേശിച്ചതിന് പിന്നാലെ വീണ്ടും മാനസിക പീഡനവും ഭീഷണിയും ഉണ്ടായതായി അതുല്യ പറഞ്ഞു. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ സംഭവവും തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതും ഉൾപ്പെടുത്തിയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ ലേബർ ഓഫീസർക്കും അതുല്യ പരാതി നൽകിയത്. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീനാക്കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അതേസമയം അൻസിബയുടെ പരാതിയിൽ പ്രത്യേക സമിതി രൂപീകരിക്കുന്നത് അമ്മ പരിഗണിച്ചേക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ വിഷയം പരിഹരിക്കാനാണ് നീക്കം. 24, കൊച്ചി. കായിക വാർത്ത നോക്കിയാൽ IPL ഫൈനൽ ചിത്രം ഇന്ന് വ്യക്തമാകും. 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ന്യൂ ചണ്ഡിഗഡിലാണ് മത്സരം. IPL 19ാം സീസണിന്റെ കലാശക്കളിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ എതിരാളികളാര്? ക്വാളിഫയർ 1-ലെ കണക്ക് തീർക്കാനെത്തുന്ന ഗുജറാത്ത് ടൈറ്റൻസോ അതോ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയുടെ രാജസ്ഥാൻ റോയൽസോ? ന്യൂ ചണ്ഡിഗഡിൽ ഇന്ന് വെർച്വൽ സെമി ഫൈനൽ പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസിനെ 2ാം ക്വാളിഫയർ എന്ന നൂൽപ്പാലത്തിലേക്ക് തള്ളിവിട്ടത് RCBക്കെതിരായ 92 റൺസിന്റെ കനത്ത പരാജയം. ടീമിന്റെ ഏറ്റവും വലിയ കരുത്തായ ബൗളേഴ്സ് തല്ലുവാങ്ങിക്കൂട്ടിയപ്പോൾ ബാറ്റിംഗിലെ സായ് സുദർശൻ, ശുഭമാൻ ഗിൽ, ജോസ് ബട്ട്ലർ ടോപ്പ് 3 പെട്ടെന്ന് വീണതും തോൽവിക്ക് കാരണമായി. ഇനിയൊരു ചാൻസ് ഇല്ലാത്തതിനാൽ ശുഭമാൻ ഗില്ലും സംഘവും രണ്ടും കൽപ്പിച്ചിറങ്ങും. വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് കരുത്തിൽ ഹൈദരാബാദിനെ തോൽപ്പിച്ചായിരുന്നു രാജസ്ഥാന്റെ ക്വാളിഫയർ 2 പ്രവേശം. 680 റൺസുമായി റൺവേട്ടക്കാരിൽ മുന്നിലുള്ള ഈ 15കാരനെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് ഗുജറാത്തിന്റെ പരിചയസമ്പന്നരായ ബൌളിംഗ് നിര തലപുകയ്ക്കുക. ബൌളിംഗിലേക്ക് വന്നാൽ ജോഫ്ര ആർച്ചർ കൊടുങ്കാറ്റ് വീണ്ടും ആഞ്ഞടിക്കുമെന്ന പ്രതീക്ഷയിലാണ് RR. നേർക്കുനേർ കണക്കുകളിൽ ഗുജറാത്തിനാണ് മുൻതൂക്കം. 10-ൽ 7 കളികളിൽ ജയം. ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ ഓരോ മത്സരങ്ങളിൽ ഇരു ടീമും ജയിച്ചു കയറി. സ്പോർട്സ് ഡെസ്ക് 24. 1 PM ന്യൂസ് പൂർണ്ണമാകുന്നു.